നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും abcreationലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അടിപൊളി തംബ്നെയിൽസ് നമുക്കൊരു സോഫ്റ്റ്വെയറും ആപ്സും യൂസ് ചെയ്യാണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിലെ PSD തംബ്നെയിൽസ് ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോപിയ എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. ഇത് നിങ്ങൾക്ക് ഫോണിലും ചെയ്യാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ചെയ്യാം. ഫോണിൽ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിക്കോളൂ ഗൈസ്, ചെറിയ സ്ക്രീൻ ആയിരുന്നു. ഞാനിത് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ PSD ടെംപ്ലേറ്റ്സ് ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ് ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഫുൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ പാസ്വേഡ് കിട്ടുള്ളൂ. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഈ ടെംപ്ലേറ്റ്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം ഗൈസ്. ഇത് ഫോട്ടോഷോപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോപിയ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇത് ആ PSD ഫയൽസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. അതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക. ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം, എൻ്റർ കൊടുക്കുക. ഇനി ഡൗൺലോഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എനിവേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ തംബ്നെയിൽ പാക്ക് ഡൗൺലോഡ് ആവേണ്ട കേസ്. ആ ഡൗൺലോഡ് ചെയ്യാൻ ഇത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ഗൈസ്. ഞാൻ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുക. നമുക്കിവിടെ കാണാൻ സാധിക്കും യൂട്യൂബ് തംബ്നെയിൽ പാക്ക് സിപ്പ് എന്ന്. ഇത് നമുക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ് ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ ഫുൾ കണ്ട ആ പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടും ഗൈസ്. ഒരു 8 ഡിജിറ്റ് പാസ്വേഡാണ്. ഞാൻ പാസ്വേഡ് അടിച്ചു കൊടുക്കാം. ഓക്കെ കൊടുക്കുക. നമ്മുടെ ഫയലിൽ 5 ടെംപ്ലേറ്റ്സ് ഉണ്ട് ഗൈസ്. ഓരോ കാറ്റഗറിയിലുള്ള ടെംപ്ലേറ്റ്സ് ആണ് ഗൈസ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്കിത് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം ഗൈസ്. ഒന്ന് ക്ലോസ് ചെയ്തേ. നിങ്ങൾ ഫോട്ടോപിയ എന്നൊന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വന്ന ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. ന്യൂ പ്രൊജക്റ്റ്, ഓപ്പൺ ഫ്രം കമ്പ്യൂട്ടർ, PSD ടെംപ്ലേറ്റ്സ്. നമ്മൾ ഓപ്പൺ ഫ്രം കമ്പ്യൂട്ടറാണ് കൊടുക്കുന്നത്. എന്നിട്ട് ആ PSD ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഡൗൺലോഡ്സിൽ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ തൽക്കാലം ഈ ലാസ്റ്റ് PSD ഫയലാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. ഒരു PSD ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിതെങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ ബിസിനസ്സാണ് മാറ്റേണ്ടതെന്നുള്ളത്. ഈ ടെക്സ്റ്റ് ആണെങ്കിൽ ആ ടെക്സ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെക്സ്റ്റ് കൊടുക്കുക. ഇനി എൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാൻ തൽക്കാലം റെഡ് കളറാണ് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അതിന് ഈ ടെക്സ്റ്റ് നമുക്കൊന്ന് മാറ്റാം. ടിക്ക് മാർക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഫോണ്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ഗൈസ്. ഞാൻ തൽക്കാലം ഫോണ്ട് മാറ്റണില്ല. നമുക്ക് ഈ ടെക്സ്റ്റ് മാറ്റാനായിട്ട് ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിൻ്റെ ലെയർ ഒന്ന് ഹൈഡ് ചെയ്യുക. ഈ ടെക്സ്റ്റ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഇമേജ് മാറ്റാനായിട്ട് നമ്മൾ ആ ഇമേജിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. ഈ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഗൈസ്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഇമേജ് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. ഇനി നമ്മുടെ പുതിയൊരു ഇമേജ് ആഡ് ചെയ്യാനായിട്ട് ഫയൽ എടുക്കുക. ഓപ്പൺ ആൻഡ് പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം.
ഞാൻ നേരത്തെ ഒരു ഇമേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്, അതാണ് ഗൈസ് ആഡ് ചെയ്യണത്. ഞാൻ സെലക്ട് ചെയ്യാം, ഇനി ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മുടെ ഇമേജ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ സൈസ് ആണെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക ഗൈസ്. ഈ ടിക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അത് സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഈ എലമെൻറ്റ്സ് ആണ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഡിസൈൻ എന്നുള്ള ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ഈ ലെയറാണ് ഗൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ലെയർ സെലക്ട് ചെയ്യുക. ഇതിനെ നമുക്ക് മൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കാം. ഇത് നമുക്കിങ്ങനെ ഇത് സേവ് ചെയ്യാൻ നോക്കാം ഗൈസ്. സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എക്സ്പോർട്ട് ആസ് എന്നിവിടെ കാണാൻ സാധിക്കും. ഇവിടെ PNG JPG ഒരുപാട് ഫോർമാറ്റ് കാണാൻ സാധിക്കും. ഞാനിവിടെ JPG ആണ് ഗൈസ് കൊടുക്കുന്നത്. JPG സെലക്ട് ചെയ്യാം. ഇവിടെ ക്വാളിറ്റി മാക്സിമം ആണെന്ന് നോക്കാം ഗൈസ്. ഈ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഇമേജ് സേവ് ആയിട്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കത് അല്ല, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇതൊന്ന് ക്ലോസ് ചെയ്താൽ നമുക്ക് വേറൊരു തംബ്നെയിലും കൂടി എഡിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇത് ക്ലോസ് ചെയ്താലാണ് ഗൈസ്. ഓപ്പൺ ഫ്രം കമ്പ്യൂട്ടർ വീണ്ടും കൊടുക്കാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത തംബ്നെയിൽ പാക്ക് എടുക്കാം. ഇന്നേക്കാലം ഫസ്റ്റത്തെ ടെംപ്ലേറ്റാണ് കൊടുക്കുന്നത്. സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അത് ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആദ്യം തന്നെ ഈ ടെക്സ്റ്റ് ഒന്ന് മാറ്റാം. നേരത്തെ ടെംപ്ലേറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഗൈസ്, സിമിലർ മെത്തേഡാണ് ഗൈസ്. സെലക്ട് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്റർ ആയി കൊടുക്കും. നിങ്ങൾക്ക് ഈ ഇമേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജിൻ്റെ ലെയർ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം ഗൈസ്. നിങ്ങൾക്ക് ഈ ഇമേജാണ് ഗൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജിൻ്റെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പ്ലേസ് യുവർ ഇമേജ് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഗൈസ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് നിങ്ങളുടെ ഇമേജ് കൊണ്ടുവരണം ഗൈസ്. അതിന് നിങ്ങൾ ഫയൽ ഓപ്ഷൻ ചെയ്യുക. ഓപ്പൺ ആൻഡ് പ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ പോവുക. നിങ്ങൾക്ക് ഏത് ഇമേജാണ് അവിടെ കൊണ്ടുവരേണ്ട ആ ഇമേജ് സെലക്ട് ചെയ്യുക. ഓപ്പൺ കൊടുക്കുക. ഞാൻ എൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ഇനി ടിക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് Ctrl+S കൊടുക്കുക. അപ്പോൾ ആ സ്മാർട്ട് ഒബ്ജക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ഫയലിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ സേവ് ആസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഗൈസ്. സ്മാർട്ട് ഒബ്ജക്റ്റ് Ctrl+S അത് കൊടുത്താലും മതി ഗൈസ്. ഞാനിവിടെ ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്തത്. നിങ്ങൾ മെയിൻ തംബ്നെയിലിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഇമേജ് അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അതുപോലെ നമുക്ക് അടുത്ത ഇമേജും ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഫയലിൽ പോവുക, ഓപ്പൺ ആൻഡ് പ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ഇമേജ് അനൈസ് കൊടുക്കണം. സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ടിക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, Ctrl+S കൊടുക്കുക. നമ്മൾ മൂന്നാമത്തെ ഇമേജും അപ്ഡേറ്റ് ചെയ്യുക. ഇമേജ് സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഫയലിൽ പോവുക, ഓപ്പൺ ആൻഡ് പ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇമേജ് സെലക്ട് ചെയ്യുക. ടിക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, Ctrl+S കൊടുക്കുക. നമ്മൾ ഈ ഇമേജ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഈ ഇമേജിൻ്റെ ലെയർ നമ്മൾ ഇവിടെ നോക്കണം ഗൈസ്. നമ്മുടെ ആ ഇമേജിൻ്റെ ലെയർ ഇതാണ് ഗൈസ്. ഇത് സെലക്ട് ചെയ്യുക, പ്ലേസ് യുവർ ഇമേജ് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഫയൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ ആൻഡ് പ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുക.
നമ്മുടെ ആ ഇമേജ് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അത് വന്നിട്ടുണ്ട് ഗൈസ്. ഒന്ന് വലുതായി കൊടുക്കുക. ഈ ടിക്ക് Ctrl+S കൊടുക്കുക. നിങ്ങൾ മെയിൻ തംബ്നെയിലിൽ പോവുക. ഇനി നമുക്ക് ഇതും ഒന്ന് സേവ് ചെയ്യാം. ഫയൽ എടുക്കുക, എക്സ്പോർട്ട് ആസ് എടുക്കുക. ഇവിടെ PNG ഞാൻ JPG ആണ് കൊടുക്കുന്നത്. നമ്മൾ സേവ് കൊടുക്കുക. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത തംബ്നെയിൽ നമുക്ക് എങ്ങനെ യൂട്യൂബ് ചാനലിൽ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഏതെങ്കിലും ഓപ്പൺ ചെയ്യാം. ഞാൻ ഒരു പണ്ടത്തെ ഒരു ചാനലാണ് ഓപ്പൺ ചെയ്തേക്കാം. നിങ്ങൾ സെലക്ട് ചെയ്യുക, യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഇവിടെ കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് വീഡിയോൻ്റെ തംബ്നെയിലാണ് മാറ്റേണ്ട ആ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആ ഓൾറെഡി എടുക്കുന്ന തംബ്നെയിലുണ്ട് ഗൈസ്, അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഷോ ഓൾ ഫയൽസ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത 2 തംബ്നെയിൽ ഫയൽസും വന്നിട്ടുണ്ട് ഗൈസ്. ആണ് ഈ തംബ്നെയിലാണ് ഗൈസ് കൊടുക്കണം. സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ തംബ്നെയിൽ.